എല്ലാ കർഷകരെയും സംരംഭകരാക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉദ്ദേശം. അത്തരത്തിലേക്ക് തന്നെയാണ് സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റുകൾ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. വ്യവസായ വകുപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് അനുഭവവേദ്യമാക്കണമെങ്കിൽ ഉത്പാദകരായ കർഷകർ ഇതിനെ കുറിച്ച് അറിയുകയും അതിന്റെ പ്രയോജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. നിസാബറുടെ നമ്മുടെ ഹാൻഡ്ബോൾ സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ പോലും NGO എന്നുള്ള രീതിയിലേക്ക് 100 ദിവസം കൊണ്ട് 1000 സംരംഭങ്ങൾ ഈ ജില്ലയിൽ തുടങ്ങുവാനുള്ള പദ്ധതിയുമായിട്ടാണ് പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഇതിന് ഈ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പും ബാങ്കും ഒപ്പം നമ്മുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സ് വിവിധ കമ്പനികൾ സംരംഭകത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് എന്ത് ആശയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മുടെ ലോക്കൽ ഡെവലപ്മെന്റ് ബോർഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നമ്മുടെ അനീറ്റ മാഡമാണ് അടുത്ത ക്ലാസ് എടുക്കുന്നത്. ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ്. നമുക്ക് തെങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെയുള്ള പ്രദേശമാണ്. കേരളത്തിന്റെ പേര് പോലും അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും നമുക്ക് നാളികേര വികസന ബോർഡുണ്ട്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ടെക്നോളജികളെ കുറിച്ച് അറിവുണ്ട്. അതും ഈ പറയുന്ന പോലെ കർഷകരിലേക്ക് എത്തിച്ചേരുവാൻ അതൊരു സംരംഭത്തിന്റെ ഭാഗമാക്കുവാൻ അതിനുവേണ്ടിയുള്ള എന്തൊക്കെ പ്രോഡക്റ്റുകൾ ആ ടെക്നോളജിക്ക് നമുക്ക് ലഭ്യമാക്കാൻ തരത്തിലേക്ക് ഇന്ന് അവിടെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സവിസ്തരം നമ്മളോട് പറയുവാനായിട്ട് അനിറ്റ മാഡവും വിഷ്ണു ഈശ്വർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായി ആ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അനിറ്റ മാഡത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ആശംസ നന്ദി.